അപ്പോഴേ പൊന്നൂസ് വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പം നമുക്ക് ഇന്ന് പയ്യാമ്പലത്തുള്ള ഗസ്റ്റ് ഹൗസും അതിൻ്റെ അവിടെയുള്ള ലൈറ്റ് ഹൗസൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയാലോ. അങ്ങനെ ഞങ്ങൾ ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പം നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ 20 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. മുതിർന്ന ആൾക്കാർക്ക് 20 രൂപയാണ് ഇവിടെ ടിക്കറ്റ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ നല്ല കരിന്തുളസിയുടെ ഒരു തൈ ഉണ്ടായിരുന്നു അവിടെ കേട്ടോ. ഞാൻ അതൊക്കെ പിടിച്ചൊക്കെ നോക്കി. പിന്നെ വലത് സൈഡിലായിട്ട് നല്ല മൈലാഞ്ചി മരം അവർ നല്ല ബോർഡർ പോലെ ആക്കിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ ഇൻ്റർലോക്ക് ഇട്ട വീതിയിൽ കൂടെ നമ്മളിങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. ആ വലത് സൈഡിൽ കാണുന്നതാണ് ഗസ്റ്റ് ഹൗസ്. നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടെ കടൽ കാണാനൊക്കെ പോകാൻ പറ്റും. ആദ്യം നമ്മൾ ഇത് കണ്ട് വന്നതിന് ശേഷം നമ്മൾ ഈ ഗസ്റ്റ് ഹൗസിൻ്റെ സൈഡിൽ പോയിട്ട് വീണ്ടും ടിക്കറ്റ് എടുക്കണം 20 രൂപയുടെ. എന്നിട്ട് നമുക്ക് കടൽ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പം നമുക്ക് ലൈറ്റ് ഹൗസും കാര്യങ്ങളും ഒന്ന് കണ്ടിട്ട് വരാവേ. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ടേക്ക് നടക്കുക കേട്ടോ. മുമ്പോട്ടേക്ക് നടക്കുമ്പോഴും നമുക്ക് ഇവിടുന്ന് കടലിൻ്റെ ഒരു കുറച്ച് ഭാഗമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ നല്ല പച്ചപ്പ് ഉള്ള സ്ഥലത്ത് തെങ്ങാണ് കേട്ടോ. രണ്ട് സൈഡിലുവേ തെങ്ങിൻ്റെ നടുക്ക് ഈ റോഡ് പോലെയും കൂടെ ആയപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഫസ്റ്റ് കാണുന്ന ഇത് പിന്നെ ഒരു ചെറിയ മ്യൂസിയമാണ്. ആ മ്യൂസിയം നമ്മൾ കാണിച്ചു തരാം കുറച്ചും കൂടി മുമ്പോട്ടൊക്കെ പോയിട്ട്. ഇവിടുന്ന് നമുക്ക് കടലിൻ്റെ സൈഡിലേക്ക് ഇറങ്ങാൻ പറ്റുമായിരുന്നു ആദ്യമൊക്കെ. പക്ഷേ ഇപ്പോൾ അത് ക്ലോസ്ഡ് ആണ് കേട്ടോ. ഇപ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, അവരത് ക്ലോസ് ആക്കിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വീണ്ടും ഇവിടുന്ന് മുമ്പോട്ടേക്ക് പോകുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഇതാ ഞാൻ പറഞ്ഞ മ്യൂസിയം കേട്ടോ. ആ മ്യൂസിയമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ലൈറ്റ് ഹൗസിൻ്റെ മുകളിലത്തെ ഭാഗം കണ്ടോ. ഞാൻ ഒരിക്കൽ അവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, വർഷങ്ങൾക്ക് മുമ്പേ. അതോടെ എൻ്റെ ആഗ്രഹവും തീർന്നു. കാരണം കുറച്ച് തടിയൊക്കെ ഉള്ളവർക്ക് ഇറങ്ങാനും കയറാനും ഒക്കെ ഇച്ചിരി പ്രയാസമാണ് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സീറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ട്. നമുക്ക് നടന്ന് മടുക്കുമ്പോൾ ഒന്നിരുന്ന് വിശ്രമിക്കാനൊക്കെ പറ്റുമേ. അവിടെ ഇരുന്നാലും കടലിൻ്റെ ഒരു ഫീലൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. കാരണം അങ്ങനെ മൊത്തം നല്ല വൃത്തിയായിട്ടാണ് ഇതിൻ്റെ പരിസരമൊക്കെ അവർ സൂക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മുമ്പോട്ടേക്ക് വരുമ്പോൾ ഇത് കണ്ടോ, ഒരു ആന എന്ത് ഭംഗിയാണ് അവനെ കാണാൻ വേണ്ടിയിട്ട്. അവൻ ചന്ദനമൊക്കെ തൊട്ട് കുങ്കുമമൊക്കെ ചാർത്തിയിട്ടാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നോക്കുമ്പോൾ ഒരു ചെറിയ കുളമൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ആ ലൈറ്റ് ഹൗസിൻ്റെ മുമ്പിൽ ചെറിയ ഇത് വെള്ളം കൊണ്ടുള്ള ഇതുണ്ട് കേട്ടോ. സ്പ്രിങ് ഇതാവും എന്നൊക്കെ അവർ പറഞ്ഞത്. ഇപ്പം അതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. പക്ഷേ സ്പ്രിങ്ങിൻ്റെ കണക്ഷൻസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും ആ ആനയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് സമയം അവൻ്റെ മുമ്പിൽ തന്നെ നിന്ന്. പിന്നെ നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് ഞാവൽമരം കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ഈ പാർക്കിൻ്റെ ഉള്ളിലും ഉണ്ട് ഞാവലൊക്കെ. അപ്പം ഒരു മരം മാത്രമല്ല, ഞാവൽ, മാവ്, അത്യാവശ്യം വേണ്ട മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പണ്ട് കാലത്തെ വീടുകളിൽ കാണുന്ന ഇലച്ചെടികളൊക്കെ ഉണ്ട്. പിന്നെ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ചെറിയ ചെറിയ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ ലൈറ്റ് ഹൗസിൻ്റെ തൂണൊക്കെ നോക്കിയാൽ നിങ്ങൾ എന്താ എത്ര ഒരു 10 ആൾ പിടിച്ചു കഴിഞ്ഞാലും ഒതുങ്ങൂല കേട്ടോ. അത്രയും വലിപ്പത്തിലാണ് അതുള്ളത്. പിന്നെ ഇത് കണ്ടോ, ചെറിയ ചങ്ങലയ്ക്കൊക്കെ ഇട്ട് വെച്ചിട്ട് ചെറിയൊരു ടവർ പോലത്തെ എന്തോ സംഭവം. അതിൽ ചന്ദ്രി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്നൊന്നും എനിക്കറിയില്ലേ. ഞാനതൊക്കെ കണ്ട് ആസ്വദിച്ചെന്തായാലും. അതിൻ്റെ ചുറ്റിലുമൊക്കെ നടക്കാനൊക്കെ പറ്റും. അതിൻ്റെ ചുറ്റിലൊക്കെ നടന്ന്. പിന്നെ കുറച്ച് ബാക്കോട്ടാണെങ്കിൽ ഞാവൽമരം ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പണ്ട് കാലത്തെ വീടുകളിലൊക്കെ കാണുന്ന ഇലച്ചെടികൾ, അതൊക്കെ നല്ല മനോഹരമായിട്ട് അവർ വെട്ടി വൃത്തിയാക്കിയിട്ടൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ടേക്ക് വന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ചെറിയ മ്യൂസിയം ഉണ്ട് എന്ന്. ആ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പം നമ്മൾ ഫസ്റ്റ് കയറുന്ന ഭാഗത്ത് തന്നെ ചെരുപ്പൊക്കെ അഴിച്ചിടണം കേട്ടോ. ചെരുപ്പിട്ടിട്ടൊന്നും ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. കാരണം അത്ര വൃത്തിയായിട്ടാണ് അവിടെ അവർ സൂക്ഷിക്കുന്നത്. പിന്നെ കയറി ചെല്ലുമ്പോൾ നിശബ്ദമായിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. ഒച്ചപ്പാടും ബഹളമൊന്നും അതിൻ്റെ ഉള്ളിൽ കയറി ഉണ്ടാക്കാൻ പാടില്ല.
പിന്നെ ലൈറ്റും പണ്ട് കാലങ്ങളിലൊക്കെ ഉപയോഗിച്ച ലൈറ്റ് കാര്യങ്ങൾ, പിന്നെ എന്തൊക്കെയോ മിഷ്യൻസ്, അങ്ങനത്തെ ഒട്ടനവധി സംഭവങ്ങൾ ചെറുതാണെങ്കിൽ പോലും അവിടെ നല്ല അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ കേട്ടോ. അതൊക്കെ നിങ്ങളൊന്ന് കാണേ. പണ്ടത്തെ റാന്തൽ വിളക്ക് പോലത്തതും പണ്ടത്തെ ലൈറ്റുകളും അങ്ങനെ ബോട്ട് കപ്പൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മനോഹരമായിട്ട് അവരവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളതൊക്കെ ഒന്ന് കാണുക കേട്ടോ. നമുക്കും കണ്ടിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ വൃത്തിയാകട്ടോ മെയിനായിട്ട് പറയേണ്ടത്. ഒരു പൊടി പോലും ഇല്ലാതെ അത് അത്രയും മനോഹരമായിട്ട് നോക്കുന്നുണ്ട്. അവിടെ വർക്ക് ചെയ്യുന്നവരുടെ ഒരു കഴിവ് തന്നെയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെയൊന്നും സൂക്ഷിക്കാനൊന്നും പറ്റില്ല. എല്ലാത്തിനും ഒരു ഗ്ലാസിൻ്റെ ചില്ലൊക്കെ ഇട്ടിട്ട് അവരവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം കുറച്ചും കൂടെ വൃത്തിയൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വീഡിയോ ഹാളൊക്കെ ഉണ്ടായിരുന്നേ. അവിടെ നിശബ്ദത പാലിക്കുക എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ അത്യാവശ്യം ഇരിക്കാനൊക്കെ പറ്റുന്ന കസേരയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ ഹാളെന്ന് പറയുമ്പോൾ അവർ കോൺഫറൻസോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കൂടുന്നതൊക്കെ ആയിരിക്കും. പിന്നെ കുറച്ച് അപ്പുറത്തോട്ട് മാറി വേറെ ഒരു റൂം പോലെ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നല്ലൊരു ലൈറ്റ് ഉണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളൊന്ന് കാണേ. എന്തായാലും ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഒത്തിരി പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ച് സാധനങ്ങളൊക്കെ വീണ്ടും കാണാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ഫീല് തന്നെയല്ലേ. നമുക്കൊന്നും ഓർമ്മയില്ലാതെ ഇരിക്കുന്ന നമ്മളൊക്കെ കുഞ്ഞു കാലത്ത് കണ്ടിട്ട് ഓർമ്മയിൽ ഇപ്പം വരാത്തത് പോലെയുള്ള സാധനങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. അത് കണ്ട ജഗ് പോലത്തെ സംഭവങ്ങളൊക്കെ. അത് പിച്ചളയാണോ എന്താണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും അവിടെ മനോഹരമായിട്ട് അവർ വെച്ചിട്ടുണ്ട്. നിങ്ങളതൊക്കെ ഒന്ന് കണ്ടു നോക്ക്. ഓരോന്ന് വായിച്ച് നോക്കാനൊക്കെ പറ്റുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ സൂം ചെയ്തിട്ട് പോകാത്തവരൊക്കെ ഉണ്ടെങ്കിൽ, വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സൂം ചെയ്തിട്ടൊക്കെ വായിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ മനസ്സിലാവുകയെ. പിന്നെ ബോട്ടിൻ്റെ ഇത് കണ്ടോ, അത് ബോട്ടിൻ്റെ നമ്മൾ കറക്കിയിട്ടല്ലേ ഓടിക്കുന്നത്, അതേപോലത്തെ സംഭവമൊക്കെ ഉണ്ട്. പിന്നെ ലൈറ്റ്, ഇതൊക്കെ ഓരോ ലൈറ്റുകളാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മ്യൂസിയമൊക്കെ കണ്ട് നേരെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് ഫസ്റ്റ് വന്ന സ്ഥലത്തോട്ട് പോയിട്ട് വേണം ഗസ്റ്റ് ഹൗസിൻ്റെ സൈഡിൽ കൂടെ പോയി ടിക്കറ്റ് എടുത്തിട്ട് കടലിൻ്റെ ഭാഗത്തേക്ക് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പോകുന്ന ഭാഗമാണ് ഇത്. ആ പോകുന്ന സ്ഥലത്തും രണ്ട് സൈഡിലും വൃത്തിയായിട്ട് ഗസ്റ്റ് ഹൗസിൻ്റെ മുമ്പിൽ തന്നെ ചെടിയും കാര്യങ്ങളും ഒക്കെ വെട്ടി ഒതുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മനോഹരമായ സ്ഥലമാണ് കേട്ടോ. കാരണം അത്രയും വൃത്തിയോടെ അവർ സൂക്ഷിക്കുന്നു. കാരണം അറിയാമല്ലോ, രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ വരികയും പോവുകയും ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അത് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വീണ്ടും 20 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ടാണ് കേട്ടോ കടലിൻ്റെ സൈഡിലേക്ക് പോകുന്നത്. ആ ഭാവം ഒന്ന് കാണും കേട്ടോ. നമ്മൾ ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ തന്നെ രണ്ട് ഇത് കണ്ടോ, പച്ചപ്പൊക്കെ ആയിട്ട് ഗസ്റ്റ് ഹൗസിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ഇത് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് കുറേ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ടാണ് കേട്ടോ പിന്നെ കടലിൻ്റെ സൈഡിലേക്ക് എത്തിയത്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തിരമാലകളൊക്കെ നല്ല രൂപത്തിൽ ആസ്വദിക്കാൻ പറ്റും കേട്ടോ. ഒരു പ്രത്യേക ഫീല് തന്നെയാണ്. എന്തായാലും കടലിൻ്റെ സൈഡിൽ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് പിന്നെ ചേഞ്ച് ആകും. നമുക്ക് എന്തെങ്കിലും ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അല്പനേരത്തേക്കൊന്ന് മാറ്റി വെച്ച് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതിങ്ങനെ നീണ്ട് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. അതിലെ കൂടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ കുറച്ച് സമയം അവിടെ നിന്നു. ആ തിരമാലകളൊക്കെ വരികയും പോവുകയൊക്കെ ചെയ്യുന്നതൊക്കെ നോക്കി നിന്ന് കേട്ടോ. നല്ല മനോഹരമായിട്ടാണ് തിരമാല വന്ന് നല്ല വെള്ളമൊക്കെ പൊങ്ങി താഴ്ന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കടലെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനുഷ്യരാണേലും പറയാറില്ലേ, നമ്മുടെ മനസ്സിൽ എപ്പോഴും വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാവുമെന്ന് പറഞ്ഞ പോലെ തന്നെ കടൽമാല തിരയടിച്ച് വരുന്ന കാണാൻ നല്ല ഭംഗിയായിരുന്നേ. അത് കണ്ടോ, എന്താ ഭംഗി. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ.
വരാത്തവരൊക്കെ ഒന്ന് വന്ന് കുറച്ച് സമയം മഴയില്ലാത്ത സമയം നോക്കിയിട്ട് കുറച്ച് സമയം ചിലവഴിക്കാനൊക്കെ നോക്കണേ. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. കാരണം പിന്നെ അത്യാവശ്യം അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മഴയാകുമ്പോൾ മഴയത്തൊക്കെ കൂട്ടിക്കൊണ്ട് വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അത് പിന്നെ എടുത്ത് പറയുവാണ്, നമ്മളെവിടെ പോയാലും നമ്മൾ മക്കളെ എപ്പോഴും പിന്നെ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് നോക്കണം. കാരണം ഒരു ചെറിയ സമയം കൊണ്ട് അവർ പോകാൻ പാടില്ലാത്തടത്തോട്ടൊക്കെ പോകും. അപ്പം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. നോക്കിയ തിരമാല വന്നുകൊണ്ടിരിക്കുന്നത്. എന്താ ഭംഗിയല്ലേ. അതന്നെ കുറേ സമയം ഞങ്ങൾ നോക്കി നിന്നു കേട്ടോ. നോക്കി നിന്നപ്പോൾ എടുത്ത വീഡിയോയാണ്. അപ്പോൾ എന്തായാലും കടലൊക്കെ കണ്ട് ഞങ്ങൾ മുമ്പോട്ട് നടക്കുമ്പോൾ ഇരിക്കാനുള്ള സീറ്റും കാര്യങ്ങളും ഇവിടെയും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് മടുക്കൊന്നുമില്ല. പിന്നെ പ്രതിമ, പിന്നെ ഓരോ പെണ്ണിൻ്റെ ആണിൻ്റെയൊക്കെ പ്രതിമ പോലെയൊക്കെ അവിടെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും നല്ല ഭംഗിയുണ്ടായിരുന്നേ കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞങ്ങൾ വീണ്ടും മുമ്പോട്ടേക്ക് നടന്നു കേട്ടോ. മുമ്പോട്ട് നടക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ചെറിയൊരു പാർക്കും ഐസ്ക്രീം പാർലർ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് മുമ്പോട്ടേക്ക് പോകുമ്പോൾ തന്നെ ചെറിയ രീതിയിൽ മഴ തുടങ്ങി കേട്ടോ വീണ്ടും. അപ്പം മഴ തുടങ്ങും നമ്മൾ ആലോചിച്ച് ഇനി എന്താ ചെയ്യുകയാണെങ്കിലും മഴയത്ത് എടുക്കാൻ പറ്റുന്നതൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ റൈഡും കാര്യങ്ങളൊക്കെ ഇപ്പുറത്തും ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കാണിക്കുന്ന ഭാഗത്തും ഉണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ മരത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഉള്ളതൊക്കെ എടുത്ത് പിന്നെ അവിടെയും റൈഡും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ താഴ്വശത്തോട്ടൊന്നും നമ്മൾ പോകരുത് കേട്ടോ. അവിടെയൊക്കെ കാടും കാര്യങ്ങളൊക്കെയാണ്. അപ്പം മഴയായതുകൊണ്ട് തന്നെ പല അപകടങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം. എന്തായാലും നമ്മൾ ഇവിടെ എത്തിയിട്ട് കുറേ സമയമൊക്കെ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളും ഇവിടെ വരിക, ഇതൊക്കെ കണ്ട് ആസ്വദിക്കുക. പിന്നെ മാവിൻ്റെ മേലെ മാങ്ങ കണ്ടോ, അതൊക്കെ കണ്ട് നമ്മൾ കുറേ സമയം നോക്കി നിന്ന്. നമ്മളെവിടെ പോയാലും മാങ്ങയൊക്കെ ഉണ്ടാവും. എന്തായാലും നമുക്ക് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റി. എന്തായാലും ഇവിടെ വരാത്തവരൊക്കെ വന്ന് പിന്നെ കാണാനൊക്കെ ശ്രമിക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.